നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഉത്സവ സീസണല്ലേ. നമ്മളും ഇന്നൊരു ഉത്സവത്തിന് പോവുക. അതെ, നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം. ഈ കാണുന്നതാണ് ശ്രീ മറ്റം മഹാദേവ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ വഴിപാട് തന്നെയാണ്. നല്ല ചെത്തി ഇറക്കിയ തെങ്ങുകളും മുറുക്കാൻ ജലമാണ് അപ്പൂപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാട്. ജാതി മത വ്യത്യാസമില്ലാതെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ അപ്പൂപ്പൻ്റെ അടുത്ത് വരാറുണ്ട്. ഇവിടുത്തെ ഉത്സവത്തെ പറ്റി പറയാനാണെങ്കിൽ കോലം തുള്ളലും കെട്ടുകാഴ്ചകളും ഇവിടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. 10-16 കരക്കാർ വാശിയോടെയും മത്സ്യബുദ്ധിയോടെയും അമ്പലപ്പറമ്പിലേക്ക് ഓരോ കാള അഴിച്ചുവിടുമ്പോഴും അത് കാണുമ്പോൾ നമ്മളും ആ കരക്കാരാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ഒരു ആവേശം കയറി വരും മക്കളെ. ഏകദേശം ഒരു 11:30 കൂടി കെട്ടുകാഴ്ചകളെല്ലാം അമ്പലത്തിനകത്ത് കയറി. അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് നാളും പേരും പറഞ്ഞ് കോലം തുള്ളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാത്തിരിപ്പാണ്. തീർച്ചയായും 3 മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ ആറാട്ട് വരുന്നത്. ഇതിന് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാരാണ് അവിടെ കാത്തിരിക്കുന്നത്. അതിനുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറി. ഞങ്ങളെ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. ഈ അമ്പലപ്പുറമിനെ പരിസരത്തിരുന്ന് നല്ല കപ്പയും മീൻകറിയും മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് അതൊന്നും വേറെ തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നിക്കണം, അമ്പലപ്പുറമിൽ ഇരുന്നാണോ ആ മീനും കൂട്ടി ചോറ് ഇടുന്നത്? അതെ, ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണത്. മത്സ്യ മാംസാദികൾ കഴിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്ന ചില അമ്പലങ്ങളിൽ ഒന്നാണ് ഈ മറ്റം മഹാദേവ ക്ഷേത്രം. വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കി ടേസ്റ്റ് ഇല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എന്താ കിട്ടിയ പൊറോട്ടയും കൊള്ളുകാത്ത കറി കഴിച്ച് വയറ്റ്. അപ്പൊ അമ്പലത്തിൽ വരുന്നൊക്കെ ഇങ്ങനെ ചെയ്യാം.